നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. കഴിഞ്ഞ ആഴ്ചയിൽ ആഗോള മേഖലയിൽ ഏറ്റവും വലിയ ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നത് യു.എസിലെ GDP ആയിരുന്നു. യു.എസിലെ GDP മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ GDP ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മികച്ച ഒരു GDPയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരാഴ്ചയിൽ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് മേജർ ഈവൻ്റ് യു.എസിലെ സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പവലിൻ്റെ സ്പീച്ചും യു.എസിലെ നോൺ ഫാം പേറോൾ ഡേറ്റയുണ്ട്. കൂടാതെ തന്നെ യൂറോസോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളും വരുന്ന ഒരാഴ്ചയാണ്. അതെല്ലാം നമ്മളെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ തന്നെ നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്ത് ട്രേഡിംഗ് അവസാനിപ്പിച്ചു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടിയും നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാത്ത ഒരു ദിവസമാണ് ഇന്നുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം 2 മണിക്കൂറിൻ്റെ അടുത്തുള്ള ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 22,425 എന്ന റേഞ്ചും 22,372 എന്ന റേഞ്ചിൽ കൂടി നിഫ്റ്റി ഇന്ന് കൺസോൾഡേറ്റ് ആയിട്ട് സഞ്ചരിച്ചു. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് NTPC. അവരുടെ 12,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ന്യൂസ് നമ്മൾ കവർ ചെയ്തു. HDFC ലൈഫ്, പവർ ഗ്രിഡ്, ONGC, BPCL തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ നിഫ്റ്റി 50യിൽ ഗെയിനേഴ്സ് ആണ്. ലൂസൈസ് നോക്കുകയാണെങ്കിൽ ഐഷർ മോട്ടോഴ്സ്, JSW സ്റ്റീൽ, M&M, SBI ഇൻഷുറൻസ്, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 3% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇന്ന് നിഫ്റ്റിയിലെ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലുതും EV സെഗ്മെൻറ്റിൽ റവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റയുടെ നെക്സൺ മുതൽ ടൈഗർ മുതൽ അങ്ങനെ ഒരുപാട് കമ്പനീസ് കാറുകൾ നമ്മൾ EVയിൽ റവല്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ബോർഡ് മീറ്റിംഗ് ഇന്നുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ പാസഞ്ചർ വെഹിക്കിള് വേറൊരു കമ്പനിയായിട്ടും ഇവരുടെ പാസഞ്ചർ വെഹിക്കിൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിള് വേറൊരു വിഭാഗമായിട്ടും 2 ഉപകമ്പനികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. റിലയൻസിൽ നിന്ന് ജിയോ വേർപെട്ട പോലെ അത് കമ്പനിയെ സംബന്ധിച്ച് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ഒരു വലിയ ഒരു ന്യൂസ് തന്നെയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ന്യൂസ് ഉള്ളത്. കൂടാതെ തന്നെ എക്കണോമിനെ സംബന്ധിച്ച് വളരെ സൂപ്പർബായിട്ടുള്ളൊരു മറ്റൊരു ന്യൂസ് ഉള്ളത് യു.എസിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസിയും ഫിനാൻഷ്യൽ സ്ഥാപനമായിട്ടുള്ള മൂഡീസ് ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 6.1 നിന്ന് 6.8 ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ NSEയിലെ യുണീക്കായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം 9 കോടി കവിഞ്ഞു എന്നുള്ളതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു കണക്കുകളുള്ളത്. അതിശക്തമായൊരു കുതിപ്പാണ്. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം എന്നുള്ള 2 ഫേസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു കോവിഡിൻ്റെ ബബിളിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് അല്ല. വളരെ നല്ല രീതിയിൽ പഠിക്കാനും ട്രേഡ് ചെയ്യാനും താല്പര്യമുള്ള ട്രേഡേഴ്സാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളത്. എക്കണോമിനെ സംബന്ധിച്ചും മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള 2 പോസിറ്റീവ് ന്യൂസ് ഇതാണ്. ഇനി റിന്യൂവബിൾ എനർജി കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, എസ്പെഷ്യലി ഇനോക്സ് വിൻഡ് 5%, സ്വിറ്റ്സർലൻഡ് ഇന്ന് 3% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാന കാരണം റിന്യൂവബിൾ എനർജി മിനിസ്ട്രി MNRE റിവേഴ്സ് ഓപ്ഷൻ തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു ന്യൂസ് കാരണമാണ് ഈ റിന്യൂവബിൾ എനർജി കമ്പനീസ് ഫോൾ ആയിട്ടുള്ളത്. BHEL കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ്, ഇന്ന് നിഫ്റ്റി 50യിൽ ഗെയിൻ ആയിട്ടുള്ള കമ്പനിയാണ് NTPC. NTPCയുടെ ഏകദേശം 17,195 കോടി രൂപയുടെ ഒരു ഓർഡർ കാരണമാണ് ഇന്ന് NTPC നിഫ്റ്റി 50യിൽ മികച്ച ഗെയിനർ ആയിട്ടുള്ളത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇന്ന് BHEലും റാലി രേഖപ്പെടുത്തി. അപ്പോൾ NTPCയുടെ റാലിയിൽ BHEലിന് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഈ സിംഗ്ലൂരിലുള്ള ഈ ഒരു പ്ലാന്റ് NTPCയുടെ ഈ ഒരു പ്ലാന്റ് ചെയ്യുന്നത് BHEലാണ്. അതുകൊണ്ടാണ് ഇന്ന് BHEൽ റാലി രേഖപ്പെടുത്തിയത്. പവർ ഗ്രിഡ് 52 വീക്ക് ഹൈ ആണുള്ളത്. സ്റ്റോക്ക് കമ്പനി 1,200 കോടി രൂപ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ സമാഹരിക്കുന്നുണ്ട്. അദാനി പോർട്ട് കാർഗോ വോളിയം 31% ഇയർ ഓൺ ഇയർ ഗെയിൻ രേഖപ്പെടുത്തി. IPOയിലേക്ക് വരുമ്പോൾ മുക്ത പ്രോട്ടീൻ IPO 56 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. നമ്മുടെ കമൻറ്റിൽ IPO കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ കിട്ടിയില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, 56 ടൈംസ് ആണ് ആളുകൾ ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുള്ളത്. ഇതിൽ റീറ്റെയിൽ പോർഷൻ തന്നെ ഏകദേശം 36 ടൈംസ് ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റ തവണ അപ്ലൈ ചെയ്താൽ മതി, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഒരു പാനിൽ നിന്ന് ഒരു തവണ, നമ്മൾ അപ്സ്റ്റോക്കിൽ നിന്ന് ഒരു തവണ, അതേ ആൾ തന്നെ സെറോദിൽ നിന്ന് ഒരു തവണ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം പാനാണ്
എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെയും സെറോദയെ പോലെയുള്ള അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇതുപോലെ IPOs അപ്ലൈ ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് ഫ്രീ ആണ്. ഇരു കമ്പനികളും ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. രണ്ടിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. സെറോദ പ്ലഡ്ജ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്, എന്നാൽ അപ്സ്റ്റോക്ക് ഫാർ OTM ഹെഡ്ജ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇത് രണ്ടിൻ്റെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. CMS ഇൻഫോ കമ്പനി പേയ്മെൻറ്റ് സൊല്യൂഷൻ കമ്പനിയാണ്. 2700 കോടി രൂപയുടെ റവന്യൂ ആണ് ഈ ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അവർ ലക്ഷ്യം വെക്കുന്നത്. ബ്ലൂ സ്റ്റാർ ഇവർ പുതിയ AC എല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതികഠിനമായിട്ടുള്ള ചൂടാണ്, അപ്പോൾ AC കമ്പനീസ് എല്ലാം തന്നെ ലൈം ലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇൻഫോ എഡ്ജ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ഇൻഡിക്കേഷനും ഇല്ലാതെ നോക്കിരിയും ജീവൻ സാധ്യയൊക്കെ തന്നെ ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ വീണ്ടും പ്ലേ സ്റ്റോറിലേക്ക് തിരികെ എത്തിയെന്നുള്ള ന്യൂസ് കാരണം ഇന്ന് 3% റാലി. മാരുതി 2,70,000 യൂണിറ്റാണ് ഇവർ എക്സ്പോർട്ട് ടാർഗറ്റ് ഉള്ളത്. സുല വൈൻയാർഡ് രാജ്യത്തിലെ ഏറ്റവും വലിയ വൈൻ ടൂറിസം നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ വൈൻ ടേസ്റ്റിംഗ് സെൻ്റർ എല്ലാം തന്നെ നാഷിക് എയർപോർട്ടിൽ ഇവർ ഓപ്പൺ ചെയ്തു. GTL ഇൻഡസ്ട്രീസ് കമ്പനി പൂർണ്ണമായിട്ടും കടരഹിത കമ്പനിയായിട്ടുണ്ട്, ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ടുണ്ട്. 36 കോടി രൂപയുടെ ലോൺ തിരിച്ച് അവർ അടച്ചു. അത് കാരണമാണ് ഇപ്പോൾ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ളത്. റെയിൽടെൽ കമ്പനി 88 കോടി രൂപയുടെ ഓർഡർ ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടി. സ്റ്റീൽ കമ്പനി ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ് ഇത് ഫോളോ ആയിട്ടുണ്ട്. പ്രധാന കാരണം CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ മറ്റൊരു പ്രമുഖ ഡിമാറ്റ് അക്കൗണ്ട് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ക്ലൈൻറ്റ് ബേസ് 5% ഉയർച്ച ഉണ്ടായി എന്ന് കമ്പനി അറിയിച്ചു. IIFL ഫിനാൻസ് ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട് 4%. കാരണം RBI ഇമ്മീഡിയറ്റ് ആയിട്ട് ലോൺ എല്ലാം തന്നെ ഗോൾഡ് ലോൺ എല്ലാം തന്നെ കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് IIFL ഇന്ന് ഫോൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിനെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് ഇന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഫോളായി 14 കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് ആണെങ്കിൽ കൂടിയും ഇലക്ഷൻ അടുത്ത മാസമാണ്, വളരെ വലിയ രീതിയിൽ ചാഞ്ചാട്ടം ഇനിയും ഉണ്ടാവും. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. FTSE UK ഫ്രാൻസ് എല്ലാം തന്നെ റെഡിലാണ്. ബിറ്റ്കോയിൻ പറന്നു 65,000. ഡോ ഫ്യൂച്ചർ 100 പോയിന്റ് ഇടിവിലാണ്. ജപ്പാൻ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ കാണാം ഗോൾഡ് $2,082 per ounce. അതിന് താഴെ കാണാം ഇന്ത്യൻ റുപ്പീസ് ഡോളറിന് എതിരെ 82 രൂപ 94 പൈസ. അതിന് താഴെ കാണാം 83.12 ബ്രന്റ് ഓയിൽ പെർ ബാരൽ. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ പരിശോധിക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് 22,405, PCR 0.9. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത് നിഫ്റ്റിക്ക് 22,000 ആണ്. അത് പൊട്ടിയാൽ 22,100 മേജർ സപ്പോർട്ട്, അത് പൊട്ടിയാൽ 22,000. റെസിസ്റ്റൻസ് 22,500, 22,700, 22,800 റേഞ്ചുകളാണ്. ബാങ്ക് നിഫ്റ്റി അല്ല നമ്മൾ നോക്കുന്നത്, ഫിൻ നിഫ്റ്റിയാണ്. നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. 20,950 ഫിൻ നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR 0.8 ആണ്. സപ്പോർട്ട് സോണുകൾ നോക്കുകയാണെങ്കിൽ 22,500 മുതൽ 600, 700 ആ റേഞ്ചുകളൊക്കെ സപ്പോർട്ട് സോണാണ്. റെസിസ്റ്റൻസ് ശക്തമായിട്ട് 21,000 തന്നെയാണ് ഏറ്റവും വലിയ ലോങ് ബാർ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റ് വിശേഷം. ഇനി വിശദമായിട്ട് നാളെ രാവിലെ നിങ്ങളുടെ മോർണിംഗ് കോഫിയോട് കൂടിയിട്ട് ഞാൻ പുത്തൻ ന്യൂസായിട്ട് ഏരകത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. കൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, നമ്മുടെ ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ ടെലഗ്രാമിലൊന്നും നമ്മൾ തപ്പേണ്ട കാര്യമില്ല, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തപ്പുമ്പോൾ ഒരുപാട് നമ്മുടെ ഡെമ്മി അക്കൗണ്ടുകളൊക്കെ കണ്ടേക്കാം. പണ്ട് കാലത്ത് വലിയ പ്രശസ്തര ഡെമ്മി അക്കൗണ്ടുകളാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഡെമ്മി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലൊന്നും പെടാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, സുഖനിദ്ര.